ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവിലെറ്റ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു കൊറിയൻ ഹാച്ച് ബാഗ് ആണ്, ഹ്യുണ്ടായി i20. 2008 ഇന്ത്യയിൽ ആദ്യമായി i20 ലോഞ്ച് ചെയ്തത്. 2014 സെക്കൻഡ് ജനറേഷൻ i20 ലോഞ്ച് ചെയ്തു. 2020 മോഡൽ i20 ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് പുതിയ i20. അതുകൂടാതെ 24 വേരിയൻസും അവൈലബിൾ ആണ്. 1.5 ലിറ്റർ CRDA ഡീസൽ എഞ്ചിൻ, അതുകൂടാതെ ഒരു 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിൻ, ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. ഇനി ഗിയർ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ മൊത്തം 5 ഗിയർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, അതുകൂടാതെ ഒരു IVT ഗിയർ ബോക്സ്, പിന്നെ ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ്, പിന്നെ ഒരു 6 സ്പീഡ് ഇൻ്റലിജൻറ്റ് മാനുവൽ ഗിയർ ബോക്സ്, അതൊരു ക്ലച്ച്ലെസ് ഗിയർ ബോക്സ് ആണ്. ഇങ്ങനെ 5 ഗിയർ ബോക്സ് ഓപ്ഷൻസിലും അവൈലബിൾ ആണ് പുതിയ i20. ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള i20 ആണ്. ഇതിന് 2 ഗിയർ ഓപ്ഷൻസ് ആണ് വരുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉള്ള ഒരു ഗിയർ ബോക്സും, പിന്നെ ഒരു 6 സ്പീഡ് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള ഗിയർ ബോക്സും, അതൊരു ക്ലച്ച്ലെസ് ഗിയർ ബോക്സ് ആണ്. ഇനി നമുക്ക് ഹെഡ് ലാംപ്സ് നോക്കാം. LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. അതുകൂടാതെ ഡേ ടൈം റണ്ണിംഗ് ലാംപ്സും LED ആണ്. ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് ഹാലജൻ ബൾബിലാണ്. കോർണറിംഗ് ഫംഗ്ഷനും ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ പ്രത്യേകതയാണ്. ഹെഡ്ലൈറ്റിൽ തന്നെ i20 ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. ബമ്പറിൻ്റെ ഏറ്റവും താഴെ തന്നെ ഫോഗ് ലാമ്പ് കാണാം. ഇതൊരു പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ്. ഒരു ചെറിയ എയർ കർട്ടൻ്റെ അകത്താണ് ആ ഒരു ഫോഗ് ലാമ്പ് നൽകിയിരിക്കുന്നത്. സ്കിഡ് പ്ലേറ്റ് വന്നിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് കളർ ഫിനിഷിലാണ്. റീഡിസൈൻ ചെയ്ത ഗ്രിൽസ് ആണ് പുതിയ ഹ്യുണ്ടായി i20യിൽ വരുന്നത്. പാരാമെട്രിക് ജുവൽ പാറ്റേൺ ഗ്രിൽസ് എന്നാണ് ഈ ഒരു ടൈപ്പ് ഗ്രിൽസിന് പറയുന്നത്. പിയാനോ ബ്ലാക്ക് കളറിലുള്ള ഗ്രിൽസ് ആണിത്. സെൻട്രലായി ഹ്യുണ്ടായിയുടെ ലോഗോയും കൊടുത്തിരിക്കുന്നു. റെഡ് കളർ ടർബോ ബാഡ്ജിങ്ങും ഈ ഒരു ഫ്രണ്ട് റേഡിയേറ്റർ ഗ്രില്ലിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് നോക്കാം. ഫ്രണ്ട് ബോണറ്റിൽ 2 ക്യാരക്ടർ ലൈൻസ് നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ബോൾഡ് ലുക്ക് തരുന്നുണ്ട്. ഈ ഒരു 2 ക്യാരക്ടർ ലൈൻസ് ഫ്രണ്ട് ബോണറ്റിൽ വരുന്നുണ്ട്. വൈപ്പേഴ്സ് മാനുവൽ വൈപ്പേഴ്സ് ആണ് പുതിയ i20യിൽ വരുന്നത്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് അവൈലബിൾ അല്ല. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. പഴയ i20 വെച്ച് കമ്പയർ ചെയ്യുമ്പം 10 മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് പുതിയ i20ക്ക്. പുതിയ i20യുടെ ഓവറോൾ ലെങ്ത് വരുന്നത് 3995 mm ആണ്. ഓവറോൾ വിഡ്ത്ത് വരുന്നത് 1775 mm ആണ്. വീൽ ബേസ് വരുന്നത് 2580 mm ആണ്. ഇനി നമുക്ക് ടയേഴ്സ് ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്സുമാണ് വന്നിരിക്കുന്നത്. ടോപ്പ് വേരിയൻസിൽ മാത്രമാണ് അലോയ് വീല് വരുന്നത്. ബേസ് വേരിയൻറ്റിലെല്ലാം വരുന്നത് സാധാ സ്റ്റീൽ വീൽസ് ആണ്. ഫ്രണ്ടിലെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് മാക്പേഴ്സൺ സ്റ്റഡ് ആണ്. ഫെൻഡറിലായി IMT ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. ബോഡി കളർഡ് സൈഡ് വ്യൂ മിറേഴ്സ് ആണ്. അതിൽ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും നൽകിയിരിക്കുന്നു. വെൽക്കം ലൈറ്റും ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അടിയിലായി നൽകിയിരിക്കുന്നു. ക്രോം പ്ലേറ്റഡ് ഡോർ ഹാൻഡിൽസ് ആണ്. അതിൽ തന്നെ കീലെസ് എൻട്രിയുടെ സ്വിച്ചും അവൈലബിൾ ആണ്. വിൻഡോസിലായി ക്രോം ബെൽറ്റ് ഡിസൈൻ നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ഈ ഒരു ക്രോം ബെൽറ്റ് ഡിസൈൻ. ഫ്ലൈ ബാക്ക് ഡിസൈനിലാണ് ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബി പില്ലർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ടേപ്പിലാണ്. ഇനി നമുക്ക് പുതിയ i20യുടെ റിയർ പ്രൊഫൈൽ ഒന്ന് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ചെയ്ത ഒരു റിയർ പ്രൊഫൈൽ തന്നെയാണിത്. സെൻഷ്യൂസ് സ്പോർട്ട്നെസ് ഡിസൈൻ ഫിലോസഫിയിലാണ് i20 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹ്യുണ്ടായി കിയയുടെ തന്നെ K2 പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോഡ് നെയിം വരുന്നത് B13 എന്നാണ്. റിയർ പ്രൊഫൈലിൽ എടുത്തു പറയേണ്ട ഒരു എലമെൻറ്റ് തന്നെയാണ് ഈ ഒരു ടെയിൽ ലാംപ്സ്. ഇസഡ് ഷേപ്പ്ഡ് LED ടെയിൽ ലാംപ്സ് ആണ് i20യിൽ വരുന്നത്. ഹാലജൻ ബൾബിലാണ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിരിക്കുന്നത്. എമർജൻസി സ്റ്റോപ്പ് സിഗ്നലും ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ പ്രത്യേകതയാണ്. റിവേഴ്സ് ലൈറ്റും ഈ ഒരു യൂണിറ്റിൽ നൽകിയിരിക്കുന്നു. ഈ ഒരു സൈഡിൽ തന്നെയാണ് ഫ്യൂൽ ടാങ്ക് ഓപ്പണിങ്ങും വരുന്നത്. 37 ലിറ്റർ ആണ് പുതിയ i20യുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ബാക്കിലെ 2 ഇസഡ് ഷേപ്പ്ഡ് ടെയിൽ ലാംപ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു ക്രോം ബെൽറ്റ് ഡിസൈൻ വെച്ചാണ് ഈ ഒരു ടെയിൽ ലാംപ്സിനെ രണ്ടും കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് റിയർ പ്രൊഫൈലിലുള്ള ഈ ഒരു ക്രോം ഗാർണിഷ് ഡിസൈൻ. ബാക്ക് ബമ്പറിൻ്റെ ഏറ്റവും താഴെ തന്നെ റിഫ്ലക്റ്റേഴ്സ് നൽകിയിരിക്കുന്നു. പിന്നെ 2 പാർക്കിംഗ് സെൻസേഴ്സും അവൈലബിൾ ആണ്. പിയാനോ ബ്ലാക്ക് കളർ ഫിനിഷിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്കുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ആണിത്. റൈറ്റ് സൈഡിലായി ഹിഡൻ എക്സോസ്റ്റ് പൈപ്പ് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു ഹിഡൻ എക്സോസ്റ്റ് പൈപ്പാണ്.
ബാക്കിലെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് കപ്പിൾഡ് ടോർഷൻ ബീം ആക്സിലാണ്. ഡിക്കി ഡോറിലായി തന്നെ ആസ്ത ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. സെൻട്രലായി ഹ്യുണ്ടായുടെ ഒരു ലോഗോയും നൽകിയിരിക്കുന്നു. പിന്നെ i20 ബാഡ്ജിങ്ങും ഡിക്കി ഡോറിൽ തന്നെ നൽകിയിരിക്കുന്നു. റിയർ വൈപ്പർ, റിയർ വിൻഷീൽഡിലായി തന്നെ ഡിഫോഗറും നൽകിയിരിക്കുന്നു. LED ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. ബേസ് വേരിയൻറ്റിൽ വരുന്നത് സാധാരണ നോർമൽ ആൻറ്റിന തന്നെയാണ്. നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം. 311 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് പുതിയ i20യിൽ. ഈ സെഗ്മെൻറ്റ് വരുന്ന ബലേനോയ്ക്കും ആൾട്രോസിനും ഒക്കെ ഇതിനെക്കാട്ടും കൂടുതലാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഒരു പാർഷ്യൽ ട്രെയും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് സ്പെയർ വീൽസ് ഒന്ന് നോക്കാം. 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് സ്പെയർ വീലായി യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ തന്നെ ബോസിൻ്റെ ഒരു പ്രീമിയം സബ് ബൂഫറും വരുന്നുണ്ട്. അതുകൂടാതെ ലഗേജ് റൂം ലാമ്പും ഷോപ്പിംഗ് ഹുക്സും ബൂട്ട് സ്പേസിലായി നൽകിയിരിക്കുന്നു. ബാക്ക് ബമ്പറിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. ഇതൊരു ഹിഡൻ റിവേഴ്സ് ക്യാമറയാണ്. അതുകൂടാതെ ബാക്ക് ബമ്പറിൽ തന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സും അവൈലബിൾ ആണ്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് ക്യാബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ഡോർ ഹാൻഡിൽസ് ആണ്. ഡോർ പാഡ്സ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ തന്നെയാണ്. ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഡോർ പാഡ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മെറ്റൽ ഫിനിഷ്ഡ് ഡോർ ഓപ്പണേഴ്സ്, ബ്ലാക്ക് കളർ ഡോർ ഓപ്പണേഴ്സ് ആണ്. പിന്നെ ഒരു ക്രോം ബെൽറ്റ് ഡിസൈനും അവിടെ നൽകിയിരിക്കുന്നു. പവർ വിൻഡോസിൻ്റെ കൺട്രോൾ, ആംറസ്റ്റ്, ഒരു ഡോർ ആംറസ്റ്റും നൽകിയിരിക്കുന്നു. ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡറും ഈ ഒരു ഡോർ പാർട്സിലായി നൽകിയിരിക്കുന്നു. ഡോർ സ്പീക്കേഴ്സ്, ബോസ് പ്രീമിയം 7 സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പാസഞ്ചർ ക്യാബിൻ നോക്കാം. ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ തീമിലുള്ള ഒരു ബാക്ക് ക്യാബിൻ തന്നെയാണിത്. ഫുള്ളി ബ്ലാക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഈ ഒരു സീറ്റിൽ ഒരിക്കലും ചെളി പറ്റുകയില്ല. ചെളി പറ്റിയാൽ തന്നെ നമുക്ക് പെട്ടെന്നും അറിയാനും സാധിക്കുകയില്ല. കാരണം ഡോർ പാഡ്സും ഫുള്ളും ബ്ലാക്ക് നിറത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സീറ്റ്സ് വന്നിരിക്കുന്നത് ലെതർ സീറ്റ്സ് ആണ് വിത്ത് കോപ്പർ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ലെഗ് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് തന്നെ പുതിയ i20 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പാസഞ്ചർ ക്യാബിനിലും AC വെൻസ് അവൈലബിൾ ആണ്. 2 AC വെൻസ് പാസഞ്ചർ ക്യാബിനിൽ നൽകിയിരിക്കുന്നു. ഏറ്റവും താഴെയായി തന്നെ ഒരു USB പോർട്ട് നൽകിയിരിക്കുന്നു. സെൻട്രൽ ഇരിക്കുന്ന ആൾക്ക് നല്ലതായിട്ട് ഇരിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാതെ. ഏറ്റവും ടോപ്പിലായി തന്നെ LED റീഡിംഗ് ലാംപ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ 3 ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാബിനും നോക്കാം. കംപ്ലീറ്റ് ആയിട്ടും റീഡിസൈൻ ചെയ്ത ഒരു ഫ്രണ്ട് ക്യാബിൻ തന്നെയാണ് പുതിയ i20യിൽ വന്നിരിക്കുന്നത്. നല്ല സ്പോർട്ടി അപ്പിയറൻസ് നൽകുന്ന ഫ്രണ്ട് ക്യാബിൻ തന്നെയാണ് ഇത്. അതുകൂടാതെ ഫ്രണ്ട് AC വെൻസ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു കണക്റ്റഡ് ഡിസൈനും ഫ്രണ്ട് AC വെൻസിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബ്ലാക്ക് കളർ തന്നെയാണ് ഫ്രണ്ട് ഡോസിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഇൻസൈഡ് ഡോർ ഓപ്പണേഴ്സ്, പിന്നെ OVMസിൻ്റെ കൺട്രോൾസ്, ഡോർ അൺലോക്ക് ബട്ടൺസ്, പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ്, ചെറിയൊരു ക്രോം ഡിസൈനും അവിടെ നൽകിയിരിക്കുന്നു. പിന്നെ ആംറസ്റ്റ്, 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ, പിന്നെ ഒരു മാഗസിൻ ഹോൾഡറും അവിടെ നൽകിയിരിക്കുന്നു. ബോസിൻ്റെ തന്നെ ഡോർ സ്പീക്കേഴ്സ്. ഈ സൈഡ് ഡോർസിലെല്ലാം തന്നെ നമുക്ക് ലൈൻസ് കാണാൻ സാധിക്കും. ഡോർ പാഡ്സിലും ഡാഷ്ബോർഡിലും എല്ലാം തന്നെ ഈ ഒരു ലൈൻസ് അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഭാഗമാണ് ഈ ഒരു ലൈൻസ്. മെറ്റൽ പെഡൽസ്, ടർബോ വേരിയൻറ്റിൽ മാത്രമാണ് മെറ്റൽ പെഡൽസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ബോണറ്റ് ഓപ്പണർ, അതിനോടൊപ്പം തന്നെ ഫ്യൂസ് ബോക്സും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് സീറ്റ്സ് ഒന്ന് നോക്കാം. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് പുതിയ i20യിൽ വന്നിരിക്കുന്നത്. മാനുവലായിട്ട് തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രീമിയം ലെതർ സീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് കോപ്പർ സ്റ്റിച്ചിങ്. ഫ്രണ്ടിലെ 2 ഹെഡ് റെസ്റ്റും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആണ്. അതുകൂടാതെ ടർബോ വേരിയൻറ്റിൽ മാത്രമാണ് ലെതർ സീറ്റ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ബാക്കി വേരിയൻസിലെല്ലാം വരുന്നത് ഫാബ്രിക് അപ്പോൾസ്ട്രി സീറ്റ്സ് ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് AC വെൻസ് ഒന്ന് നോക്കാം. ബ്ലാക്ക് കളർ AC വെൻസ് ആണിത്. താഴെ തന്നെ ലൈറ്റ്സിൻ്റെയും റിയർ വ്യൂവിൻ്റെയും കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീൽ ഒന്ന് നോക്കാം. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ.
ക്രോം ഇൻസേർട്ടോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണിത്. പുതിയ ഹുണ്ടായി ക്രെറ്റയിലൊക്കെ കണ്ടുവരുന്ന സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണിത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും അവൈലബിൾ ആണ്. ഫോൺ, വോയിസ് കമാൻഡ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, സെൻട്രലായി ഹുണ്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ബട്ടൺസ്, അതിലും പുറകിലായി ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള നോബ് കൊടുത്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലായി വൈപ്പേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള നോബാണിത്. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വിത്ത് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. സെൻട്രലായി തന്നെ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു ക്ലസ്റ്റർ തന്നെയാണിത്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം ഫുള്ളി ഡിജിറ്റൽ തന്നെയാണിത്. ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ലഭ്യമാണ്. ട്രിപ്പ് മീറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ലോ ഫ്യൂവൽ വാർണിംഗ്, പാർക്കിംഗ് സെൻസർ ഡിസ്പ്ലേ, ഡോർ ഓപ്പണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ്, ഡിജിറ്റൽ സ്പീഡ് ഡിസ്പ്ലേ, ഫ്യൂവൽ എഫിഷ്യൻസി, സ്പീഡ് വാർണിംഗ്സ്, ഡിജിറ്റൽ ക്ലോക്ക്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്ന് നോക്കാം. 26.03 സെൻറ്റിമീറ്റർ ഹൈ ഡെഫിനിഷൻ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് i20യിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, USB, ബ്ലൂടൂത്ത്, വോയിസ് കമാൻഡ്, ഹുണ്ടായി ബ്ലൂ ലിങ്ക്, FM, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം ഈ ഒരു സ്ക്രീൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇതൊരു മൾട്ടി പർപ്പസ് സ്ക്രീനാണ്. അതായത് നമുക്ക് 2-3 ആപ്സ് സ്പ്ലിറ്റ് ചെയ്ത് ഒരേ സമയം ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്നിലേറെ ബ്ലൂടൂത്ത് കണക്ഷൻസ് ഒരേ സമയം നമുക്ക് ഇതിനകത്ത് പെയർ ചെയ്തിടാനും സാധിക്കും. സർവീസ് ഡീറ്റെയിൽസും മറ്റ് വാഹന സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റ് വാഹനവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് ഹുണ്ടായി i20ക്ക് തന്നെയാണ്. അതോടൊപ്പം ഇതിൻ്റെ സൗണ്ട് സിസ്റ്റവും എടുത്തു പറയേണ്ടതാണ്. ബോസിൻ്റെ പ്രീമിയം 7 സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ബാക്കിൽ ഒരു സബ് ബൂഫർ അവൈലബിൾ ആണ് ബോസിൻ്റെ തന്നെ. പിന്നെ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ആംപ്ലിഫയറും അവൈലബിൾ ആണ്. അഡാപ്റ്റീവ് ഗേറ്റ് ലൈൻസോട് കൂടി വരുന്ന റിവേഴ്സ് ക്യാമറയാണ് i20യിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സെൻട്രൽ AC വെൻറ്റ്സ് ഒന്ന് നോക്കാം. ഡ്യുവൽ സെൻട്രൽ AC വെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ലൈൻ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. കണക്റ്റഡ് ലൈൻ ഡിസൈൻ കാണാൻ സാധിക്കും. ഡോർ പാഡ്സിലും ഡാഷ്ബോർഡിലും എല്ലാം ഈ ഒരു കണക്റ്റഡ് ലൈൻ ഡിസൈൻ കാണാൻ സാധിക്കും. താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC കാണാം. AC-യിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കോക്പിറ്റ് സ്റ്റൈൽ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോപ്പർ ഇൻസേർട്ടും ആ ഒരു സ്വിച്ചസിലായി കാണാൻ സാധിക്കും. അതുകൂടാതെ ഈക്കോ കോട്ടിങ്ങോട് കൂടിയ AC ആണിത്. താഴേക്ക് വരുമ്പോൾ ഒരു USB പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റും ഒരു USB ഫാസ്റ്റ് ചാർജർ ഓപ്ഷനും നൽകിയിരിക്കുന്നു. പിന്നെ ഒരു കൂളിംഗ് പാഡോട് കൂടിയ വയർലെസ് ചാർജറാണിത്. ലെതർ റാപ്പിഡ് ഗിയർ നോബാണ്. അതിൽ തന്നെ ക്രോം ഇൻസേർട്ടുകളും കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ഒരു IMT ഗിയർ ബോക്സ് ആണ്. ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് ഇതിന് 6 ഗിയർ ഉണ്ട്, പക്ഷേ ക്ലച്ച് വരത്തില്ല. ക്ലച്ച്ലെസ് ആയിട്ടുള്ള ഒരു മാനുവൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണിത്. ഇതിന് ക്ലച്ച് വരത്തില്ല. ജസ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന പോലെ തന്നെ ആക്സിലേറ്റർ പെഡലും ബ്രേക്ക് പെഡലും മാത്രമാണ് ഇതിന് വരുന്നത്. ഇതിപ്പോൾ ഒരു 1 ലിറ്റർ ടർബോ വേരിയൻ്റ് ആണ്. ഈ ഒരു ടർബോ എഞ്ചിനിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷനും. പിന്നെ ഇത് കൂടാതെ DCT ഗിയർ ബോക്സും അവൈലബിൾ ആണ് ടർബോയിൽ. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ്. ഇത് കൂടാതെ ഒരു 3 വേറെ ഗിയർ ബോക്സും കൂടെ i20യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കത് എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ ആ ഒരു ഗിയർ ബോക്സിനെ പറ്റി പറയാം. ഓക്സി ബൂസ്റ്റ് എയർ പ്യൂരിഫയറും അവൈലബിൾ ആണ്. ഇത് ഇൻബിൽഡായിട്ട് തന്നെ വരുന്ന ഒരു എയർ പ്യൂരിഫയർ ആണ്. അതിൽ തന്നെ നമുക്ക് എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്ററും അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും സാധിക്കും. അത്യാവശ്യം നല്ല ഒരു ഫ്യൂച്ചർ തന്നെയാണിത്. പിന്നെ ബ്ലാക്ക് ടിപ്പോട് കൂടിയ ഒരു ഹാൻഡ് ബ്രേക്ക്, പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഒരു കപ്പ് ഹോൾഡറാണിത്. ബാക്കിലായിട്ട് തന്നെ സ്ലൈഡിങ് ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്. അതിനുള്ളിലായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. അതൊരു സ്റ്റാൻഡേർഡ് ഫ്യൂച്ചറാണ്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് സൺവൈസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. സൺവൈസറിലായി ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡറും കൊടുത്തിരിക്കുന്നു. ഹാലജൻ റീഡിംഗ് ലാംപ്സ്. പിന്നെ ഡ്രൈവർ സൈഡ് സൺവൈസറിൽ മിറർ അവൈലബിൾ അല്ല. മാനുവലി അഡ്ജസ്റ്റബിൾ ഇൻസൈഡ് റിയർ വ്യൂ മിറേഴ്സ് ആണിത്. അതിൽ തന്നെ SOS ബട്ടൺ, പിന്നെ ബ്ലൂ ലിങ്കിൻ്റെ ബട്ടൺ, പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് അതിനുള്ള ബട്ടൺ ഇതെല്ലാം നൽകിയിരിക്കുന്നു. നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻജിൻ റൂം ഒന്ന് നോക്കാം. ഇതൊരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്.
ഇതിന് 2 ഗിയർ ബോക്സ് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നൊരു 7 സ്പീഡ് DCT ഗിയർ ബോക്സും പിന്നെ ഒരു 6 സ്പീഡ് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സും. ഈ ഒരു എഞ്ചിൻ്റെ മാക്സിമം പവർ വരുന്നത് 120 PS ആണ് അറ്റ് 6000 RPM. ഈ ഒരു എഞ്ചിൻ്റെ ടോർക്ക് വരുന്നത് 172 Nm ആണ് അറ്റ് 1500 RPM ടു 4000 RPM. ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ കൂടാതെ ഒരു 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനും പിന്നെ ഒരു 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനിലും പുതിയ i20 അവൈലബിൾ ആണ്. പിന്നെ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഒരു IVT ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സും പിന്നെ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സും ഈ ഒരു i20യിൽ തന്നെ അവൈലബിൾ ആണ്. അത് മറ്റ് 2 എഞ്ചിൻസിലും ആണ് വരുന്നത്, 1.5ലും 1.2 ലിറ്റർ എഞ്ചിനിലും. ഇനിയും i20യുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 6 എയർ ബാഗ്സ്, ABS with EBD, vehicle stability management, hill assist control, tire pressure monitoring, rear parking sensors, rear view camera with gate lines, speed sensing auto door unlock, impact sensing door unlock, emergency stop signal, engine immobilizer, automatic headlamps, driver rear view monitor, light reminder, key left reminder. പിന്നെ ഇത് കൂടാതെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ലഭ്യമാണ്. പക്ഷേ അത് DCT ഗിയർ ബോക്സിൽ മാത്രമാണ് ആ ഒരു ഫീച്ചർ വരുന്നത്. പുതിയ i20ക്ക് മൊത്തം 24 വേരിയൻസ് ഉണ്ട്. ആ 24 വേരിയൻസിൻ്റെയും ഓൺ റോഡ് പ്രൈസ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പം എൻ്റെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പിന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യൂ. Thank you.